CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാവിട്ട വാക്കുകൾ CPMന് തുടർച്ചയായി പ്രഹരമാവുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ RSS സഹകരണ പ്രസ്താവന ഏറെ വിവാദം സൃഷ്ടിച്ച ഒന്നായിരുന്നു. ഈ പ്രസ്താവന പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയടക്കം ഗോവിന്ദനെ തിരുത്തിയെങ്കിലും അദ്ദേഹം സൃഷ്ടിച്ച വിവാദങ്ങൾ CPMന് വലിയ തലവേദനയാവുകയാണ് ഉണ്ടായത്. ഇപ്പോഴിതാ വീണ്ടും ഗോവിന്ദന്റെ പ്രസ്താവനകൾ CPMനെ വെട്ടിലാക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് LDFിലെ കേരള കോൺഗ്രസിന്റെ മുഖ്യ വോട്ട് ബാങ്ക് കൂടിയായ കത്തോലിക്ക വിഭാഗത്തെ പിണക്കുന്ന വിധത്തിലാണ് പ്രസ്താവന. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയെ വിമർശിച്ചത് പരിധിവിട്ടാണ്. ഇതാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായിട്ടാണ് കത്തോലിക്ക സംഘടനകൾ രംഗത്ത് വന്നത്. കത്തോലിക്ക കോൺഗ്രസ് നിശിതമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നു. MV ഗോവിന്ദന്റേത് വീണ്ടും വിചാരമില്ലാത്ത പ്രസ്താവനയാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ കുറ്റപ്പെടുത്തി. കോടിയേരി ബാലകൃഷ്ണനൊക്കെ ഇരുന്ന പദവിയിലാണ് ഇരിക്കുന്നതെന്ന് MV ഗോവിന്ദൻ മറക്കരുത്. പ്രസ്താവന തിരുത്തണോ എന്ന് MV ഗോവിന്ദൻ തീരുമാനിക്കട്ടെ. മൂന്നാം പിണറായി സർക്കാർ വരണോ എന്ന് അവർ ആലോചിക്കണം. പാർട്ടി സെക്രട്ടറിയെ മുഖ്യമന്ത്രി തന്നെ നേരത്തെ ശാസിച്ചു. ഗോവിന്ദൻ മാഷ് ഗോവിന്ദചാമിയെ പോലെ സംസാരിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ രൂക്ഷ വിമർശനമാണ് MV ഗോവിന്ദൻ ഉന്നയിച്ചത്. ബിഷപ്പ് പാംബ്ലാനി അവസരവാദിയാണെന്ന് പറഞ്ഞ അദ്ദേഹം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ BJPക്കെതിരെ പറഞ്ഞ പാംബ്ലാനി ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷായെ സ്തുതിച്ചെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതികരണം. നേരത്തെ തലശ്ശേരി അതിരൂപത തന്നെ MV ഗോവിന്ദനെതിരെ രംഗത്ത് വന്നിരുന്നു. MV ഗോവിന്ദന്റെ പരാമർശം ഫാസിസ്റ്റ് ശക്തികളുടേതിന് സമാനമാണെന്നാണ് തലശ്ശേരി അതിരൂപത കുറ്റപ്പെടുത്തിയത്. AKG സെൻട്രലിൽ നിന്നും തിട്ടൂരം വാങ്ങിയതിനു ശേഷം മാത്രമേ കത്തോലിക്ക സഭയിലെ മെത്രാൻമാർ പ്രസ്താവന നടത്താൻ പാടുള്ളൂ എന്ന സമീപനം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഫാസിസത്തിന്റെ മറ്റൊരു മുഖമാണ്. ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും സംഘ് പരിവാർ സംഘടനകളുടെയും ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളെ ശക്തിയുക്തം എതിർത്ത മാർ ജോസഫ് പാംബ്ലാനി നിലപാടുകളിൽ മാറ്റം വരുത്തിയെന്ന രീതിയിലുള്ള വ്യാഖ്യാനം ശരിയല്ല എന്നും പ്രസ്താവനയിൽ പറഞ്ഞു. ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഇടപെടണമെന്ന സഭാ നേതൃത്വത്തിന്റെ ആവശ്യം മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ ഇടപെട്ടതിൽ നന്ദി അറിയിച്ചത് നിലപാട് മാറ്റമല്ല, വർഗീയ ധ്രുവീകരണം ഒഴിവാക്കാനുള്ള നിലപാടാണ് പിതാവ് സ്വീകരിച്ചത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ സർക്കാർ സംവിധാനങ്ങൾ എടുക്കുന്ന ഏതൊരു നിലപാടിനെയും എക്കാലവും എതിർത്തിട്ടുള്ള വ്യക്തിയാണ് മാർ ജോസഫ് പാംബ്ലാനി. CPM പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇത്തരം തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ നടത്തുന്നത് തികച്ചും അപലപനീയമാണ്. യുവജന സംഘടനയുടെ ചില നേതാക്കൾ വില കുറഞ്ഞ പ്രശസ്തിക്ക് വേണ്ടി നടത്തിയ പ്രസ്താവനകളെ അതിരൂപത അവഗണിച്ചതായിരുന്നു. എന്നാൽ പാർട്ടിയുടെ സമുന്നത നേതാവ് തന്നെ ഇതിന് കുടപിടിക്കുന്നത് തികച്ചും അപലപനീയമാണ്. അവസരവാദം എന്നത് ആപ്തവാക്യമായി സ്വീകരിച്ചത് പാർട്ടി സെക്രട്ടറി തന്നെയാണെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകും. ഏതെങ്കിലും പ്രസ്താവനയിൽ ഒരാഴ്ചയെങ്കിലും ഉറച്ചുനിന്ന ചരിത്രം ഗോവിന്ദൻ മാഷിന് ഇല്ല എന്നതിന് മലയാളികൾ സാക്ഷികളാണ്. സ്വന്തം പാർട്ടി നേതാക്കളെയും മുഖ്യമന്ത്രിയെ തന്നെയും വെട്ടിലാക്കുന്ന എത്രയോ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ അവസരവാദത്തിന് സാക്ഷികളായി മലയാളികൾക്ക് മുമ്പിലുണ്ട്.